നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ കള്ളക്കേസിൽ കുടുക്കി അന്യായമായി ജയിലിൽ അടച്ചത് ഭരണകൂട ഭീകരതയെന്ന് കോൺഗ്രസ്. പിരായിരിയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധ കൂട്ടായ്മ. രാജ്യത്ത് ന്യൂനപക്ഷ വേട്ടയെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ ഖുർആന്റെ തണലിൽ സൗഹൃദ സംഗമം ഒരുക്കിയത് ജമാഅത്തെ ഇസ്ലാമി പറളി ഏരിയ കമ്മിറ്റി. പുണ്യരാമായണ മാസാചരണം തുടരുന്നു. കുളപ്പുള്ളി അന്തിമഹാകാളൻകാവിൽ ആനയൂട്ട് ഉൾപ്പെടെ വിശേഷ ചടങ്ങുകൾ. ഷൊർണൂർ ചുടുവാൽത്തൂർ ശിവക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം തുടരുന്നു. വാർത്തകൾ വിശദമായി. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ കള്ളക്കേസിൽ കുടുക്കി അന്യായമായി ജയിലിൽ അടച്ചത് ഭരണകൂട ഭീകരതയെന്ന് കോൺഗ്രസ്. പിരായിരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാത്തൂരിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പ്രതിഷേധ കൂട്ടായ്മ പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുകയാണെന്ന് A. തങ്കപ്പൻ ആരോപിച്ചു. പിരായിരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PK പ്രിയകുമാരൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി G. ശിവരാജൻ, മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PR പ്രസാദ്, മണ്ഡലം പ്രസിഡന്റുമാരായ PV അബ്ദുൽ ഖാദർ, P. പ്രസാദ്, മാത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രവിത മുരളീധരൻ, പഞ്ചായത്ത് അംഗങ്ങളായ AR പ്രേമദാസൻ, K. ഉദയപ്രകാശ്, S. ശശികല, ബബിത രമേശ്, കലാവതി, കണ്ണാടി ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ K. ചാമി, ദേവദാസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ജമാഅത്തെ ഇസ്ലാമി പറളി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിങ്ങോട്ടുകുറിശ്ശിയിൽ ഖുർആന്റെ തണലിൽ സൗഹൃദ സംഗമം നടത്തി. പിലാപ്പള്ളി 3 സ്റ്റാർ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി ഷിഹാബ് പൂക്കോട്ടൂർ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ സർവൈവൽസ് നിരീക്ഷണത്തിൽ ജീവിക്കുന്ന സൈനികരാണ്. അപ്പൊ അങ്ങനെയുള്ള മനുഷ്യർ ലോകത്ത് ജീവിക്കുമ്പോ സമയമില്ല എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഒരിക്കലും അംഗീകരിക്കില്ല. കാരണം അവർക്ക് സമയമുണ്ടല്ലോ, ഭക്ഷണമില്ല. ഒരു നേരം ഗസയിലെ നിവാസികൾക്ക്, ഗസാവികൾക്ക് കിട്ടുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ഒരു ദിവസം 1 ലിറ്റർ വെള്ളമാണ്. 10,000കണക്കിന് സ്ത്രീകൾ തലമുണ്ടനം ചെയ്തിരിക്കുക. ജമാഅത്തെ ഇസ്ലാമി പറളി ഏരിയ പ്രസിഡന്റ് A. നൌഷാദ് അധ്യക്ഷത വഹിച്ചു. AP അബ്ദുൽ നാസർ സമാപന പ്രസംഗം നടത്തി. വനിതാ ഏരിയ കൺവീനർ ഹസന റഷീദ്, സെക്രട്ടറി താഹിറ സുബൈർ, മുംതാസ് മൂലോഡ് എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം കൺവീനർ അനസ് മൂലോഡ് സ്വാഗതവും ഏരിയ വൈസ് പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് നന്ദിയും പറഞ്ഞു. നസീഫ് ഖിറാത്ത് നടത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ടെക്നിക്കൽ സ്കൂളിൽ ഷൊർണൂർ റെയിൽവേ പോലീസ് ജനമൈത്രി സുരക്ഷാ സമിതി സൈബർ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. റെയിൽവേ പോലീസ് സബ് ഇൻസ്പെക്ടർ MS ജയപ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ റെയിൽവേ പോലീസിന്റെയും ജനമൈത്രി സുരക്ഷാ സമിതിയുടെയും നേതൃത്വത്തിലാണ് സൈബർ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. ടെക്നിക്കൽ സ്കൂൾ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു സെമിനാർ. സൈബർ സുരക്ഷ, ഓൺലൈൻ ഗെയിം, സൈബർ തട്ടിപ്പ് എന്നീ വിഷയങ്ങളിലായിരുന്നു സെമിനാർ. റെയിൽവേ പോലീസ് സബ് ഇൻസ്പെക്ടർ ജയപ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. സൈബർ ലോകത്ത് സുരക്ഷാ മാർഗങ്ങളും നടപടികളും എന്ന വിഷയത്തിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ IB ഷൈൻ ക്ലാസ് എടുത്തു. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ LR ഗീത അധ്യക്ഷയായിരുന്നു. NSS കോർഡിനേറ്റർ VP ശ്രീജ, അധ്യാപിക റംഷാന തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കരിയർ ദിനാഘോഷം സംഘടിപ്പിച്ചു. അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ AK ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. ഹയർ സെക്കൻഡറി വകുപ്പിന്റെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് സെല്ലിന് കീഴിൽ ദീപ്തം 2025 എന്ന പേരിലാണ് ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കരിയർ ദിനാഘോഷം സംഘടിപ്പിച്ചത്. അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ AK ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ M പ്രീതി അധ്യക്ഷത വഹിച്ചു. കരിയർ ഗൈഡ് P സ്വപ്ന, അധ്യാപകരായ K ശ്രീധന്യ, V പ്രീത, ഡോക്ടർ പ്രമിത, നന്ദകുമാർ നായർ, K ആതിര, PK രഞ്ജിത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. CPM ഷൊർണൂർ ലോക്കൽ കമ്മിറ്റി ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവ് പാപ്പുള്ളി പത്മനാഭൻ നായരെ അനുസ്മരിച്ചു. അനുസ്മരണ യോഗത്തിന്റെയും പാപ്പുള്ളി പത്മനാഭൻ നായരുടെ പേരിൽ ഷൊർണൂർ സിറ്റി സ്ക്വയറിൽ ആരംഭിച്ച പഠന കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു നിർവഹിച്ചു.
പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് അവർ പാർട്ടി പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. പാർട്ടിയെ മോശമായി ചിത്രീകരിക്കുകയും കമ്മ്യൂണിസ്റ്റുകാരാകെ മോശമാണ് എന്ന് പരസ്യമായി ആക്ഷേപിക്കുകയും കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടാൽ മാറ്റി നിർത്തേണ്ടവരാണ് എന്ന് പറയുക മാത്രമല്ല അത്തരത്തിലുള്ള വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം. അതിവിദൂരമല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഇത്തരം നേതാക്കൾ പ്രവർത്തിച്ചു പോകുന്നത്. ആ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചവർക്ക് മാത്രമേ അതിൻ്റെ പ്രയാസവും വേദനയും നഷ്ടപ്പാടും മനസ്സിലാവുക. അനുസ്മരണ യോഗത്തിൽ CPM ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ S. അജയകുമാർ, MR. മുരളി, ജില്ലാ കമ്മിറ്റി അംഗം M. ഹംസ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MK. ജയപ്രകാശ്, P. സിന്ധു, ലോക്കൽ സെക്രട്ടറി ND. ദിൻഷാദ്, RG. പിള്ള എന്നിവർ സംസാരിച്ചു. പാപ്പുള്ളി പത്മനാഭൻ നായരുടെ പേരിൽ ഷൊർണൂർ സിറ്റി സ്ക്വയറിൽ ആരംഭിച്ച പഠനകേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കുളപ്പള്ളി ശ്രീ അന്തിമഹാകാളൻകാവിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് ആനയൂട്ട് നടന്നു. ക്ഷേത്രം തന്ത്രി കല്ലൂർ ദേവദാസ് നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. രാവിലെ ഉദയാസ്തമന പൂജയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് മഹാഗണപതി ഹോമവും ഭഗവത് സേവയും നടന്നു. തന്ത്രി കല്ലൂർ ദേവദാസ് നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. വിശേഷ പൂജകൾക്ക് ശേഷം ആനയൂട്ട് ആരംഭിച്ചു. ക്ഷേത്രത്തിൽ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ രാമായണ പാരായണവും നടക്കുന്നുണ്ട്. ഓഗസ്റ്റ് 7-ന് നാലമ്പലം തീർത്ഥയാത്രയും സംഘടിപ്പിക്കും. അന്തിമഹാകാളൻകാവ് താലപ്പൊലി കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ. നമ്മുടെ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായി ക്ഷേത്രതന്ത്രി കല്ലൂർ ദേവദാസ് നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ഈ വർഷം ഉദയാസ്തമന പൂജയും മഹാഗണപതി ഹോമവും ഭഗവത് സേവയാണ് നടത്തപ്പെടുന്നത്. അതിൻ്റെ കൂടെ തന്നെ അന്തിവളങ്കാവിൽ ആദ്യമായിട്ട് ഒരു ആനയൂട്ടും കൂടി ഈ വർഷം മുതൽ നടത്തുന്നുണ്ട്. നാട്ടുകാരുടെ മുഴുവൻ സഹകരണത്തോടു കൂടിയാണ് എല്ലാ ചടങ്ങുകളും നടത്തപ്പെടുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ ചുടുവാലത്തൂർ ശിവക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ഞായറാഴ്ച സമാപിക്കും. യജ്ഞത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ച വൈകിട്ട് രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. ഇക്കഴിഞ്ഞ ജൂലൈ 27-നാണ് ചുടുവാലത്തൂർ ശിവക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിച്ചത്. ബ്രഹ്മശ്രീ തെക്കേടം നാഗരാജൻ നമ്പൂതിരി രാമപുരമാണ് യജ്ഞാചാര്യൻ. ബ്രഹ്മശ്രീ മങ്ങത്തായ പ്രശാന്ത് നമ്പൂതിരി സഹ ആചാര്യനും ഗിരിജ ഉണ്ണികൃഷ്ണൻ സഹ ആചാര്യയുമാണ്. യജ്ഞത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ച നടന്ന രുക്മിണി സ്വയംവരം ഭക്തിനിർഭരമായി. പൂതനാമോക്ഷം, ബാലലീലകൾ, കാളിയമർദ്ദനം, ഗോവർദ്ധനോദ്ധാരണം, ഗോവിന്ദാഭിഷേകം, രാസക്രീഡ, കംസവധം, ഉദ്ധവദൂത് എന്നിവയുടെ പാരായണത്തിന് ശേഷമായിരുന്നു രുക്മിണി സ്വയംവരം. ശനിയാഴ്ച ക്ഷേത്രത്തിൽ വിദ്യാഗോപാല മന്ത്രാർച്ചന നടന്നു. രാവിലെ 6 മണി മുതലായിരുന്നു മന്ത്രാർച്ചന. യജ്ഞത്തിന് ഞായറാഴ്ച സമാപനമാകും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലം സർക്കാർ ബദിരവിദ്യാലയം ഇനി മികവിൻ്റെ കേന്ദ്രം. നിരവധി ഘടകങ്ങൾ ഉൾപ്പെടുത്തി സ്കൂൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് 25 ലക്ഷം രൂപ ചിലവിൽ പദ്ധതി പൂർത്തീകരിച്ചു. പദ്ധതി പൂർത്തീകരണത്തിന്റെ ഉദ്ഘാടനം K. പ്രേംകുമാർ MLA നിർവഹിച്ചു. സ്കൂൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് 25 ലക്ഷം രൂപ ചെലവാക്കിയാണ് പദ്ധതി പൂർത്തീകരിച്ചത്. സ്കൂൾ കവാടത്തിന് ഒരു വശം
വാർലി പെയിന്റിംഗ് വരച്ച് ആകർഷണമാക്കി. സ്കൂൾ മതിലിൽ മഹത് വചനങ്ങൾ കുറിച്ചു. ഐ ലവുമായി സ്കൂൾ ബോർഡ് സ്ഥാപിക്കൽ, സ്കൂൾ ക്ലാസ് മുറികളുടെ അകവും പുറവും പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ വരച്ചു. കമ്പ്യൂട്ടർ ലാബ് നവീകരിച്ചു. സ്പീഡ് ലാബും ഓഡിയോളജി റൂമും നിർമ്മിച്ചു. ക്ലാസ് മുറികളിലെ ശ്രവണ പരിമിതിയുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ രീതിയിൽ ക്രമീകരിച്ച ഒരു ക്ലാസ് റൂമും ഗ്രൂപ്പ് ഹിയറിംഗ് സിസ്റ്റം ഉപയോഗിച്ച് മോഡൽ ക്ലാസ് റൂമും ആക്കി. ലൈബ്രറി നവീകരിച്ചതിന് പുറമെ സയൻസ് ലാബ്, സയൻസ് പാർക്ക് എന്നിവ നിർമ്മിച്ചു. കുട്ടികൾക്ക് കായിക പരിശീലനം നൽകുന്നതിന് ലോങ് ജമ്പ് പിറ്റ് നിർമ്മിക്കൽ, പാർക്ക് നിർമ്മിക്കൽ, തൊഴിൽ സാധ്യതയുമായി ബന്ധപ്പെടുത്തി ഫാഷൻ ഡിസൈനിങ് പരിശീലനത്തിന് തനിമ എന്ന പേരിൽ പ്രൊഡക്ഷൻ യൂണിറ്റ് തുടങ്ങി നിരവധി ഘടകങ്ങൾ ഉൾപ്പെടുത്തിയാണ് പദ്ധതി പൂർത്തീകരിച്ചത്. പദ്ധതി പൂർത്തീകരണത്തിന്റെ ഉദ്ഘാടനം കെ പ്രേംകുമാർ MLA നിർവഹിച്ചു. അതിന്റെ വളർച്ചയുടെ ഒരു വലിയ ഘട്ടം സാക്ഷാത്കരിക്കുന്ന സന്തോഷത്തിന്റെ നിമിഷങ്ങളിലാണ് നമ്മളെല്ലാം ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. കേരളത്തിലെ ഗവൺമെന്റ്, രണ്ടാം പിണറായി സർക്കാർ, ആ സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ശ്രീ വി ശിവൻകുട്ടി നമ്മുടെ നാട്ടിലെ പൊതുവിദ്യാലയങ്ങളെ, അവിടുത്തെ ഭൗതിക സാഹചര്യങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും നടത്തുന്ന പ്രവർത്തനങ്ങളുടെ തുടർച്ചയിൽ നമ്മുടെ ഈ വിദ്യാലയത്തിന്, സർക്കാർ ബദൽ വിദ്യാലയത്തിന് സെന്റർ ഓഫ് എക്സലൻസ് ആക്കുന്നതിന് വേണ്ടി, മികവിന്റെ കേന്ദ്രമാക്കുന്നതിന് വേണ്ടി 25 ലക്ഷം രൂപ അനുവദിച്ച് നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണത്തിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. ചടങ്ങിൽ ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകിദേവി അധ്യക്ഷയായി. കെ അബ്ദുൽ നാസർ, എം മണികണ്ഠൻ, പ്രിൻസിപ്പൽ ലബീന, പ്രധാനാധ്യാപിക ML മിനികുമാരി, PTA പ്രസിഡന്റ് ശിവശങ്കരൻ, MPTA പ്രസിഡന്റ് KP ഫെമിന, ഖാലിദ് രാധാലക്ഷ്മി, MIA റസാഖ്, PV ബഷീർ, സന്തോഷ് ചന്ദ്രൻ, വി ജയരാജ്, തോമസ് ജേക്കബ്, സാജിദ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചെറുതുരുത്തി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൈലർ ടച്ച് സംരംഭത്തിന് തുടക്കം കുറിച്ചു. പരിശീലനം, ഉത്പാദനം, വിപണനം, ക്ഷേമം എന്നിവ ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടിയിട്ട് ഈ കർമ്മം നിർവഹിക്കുക. 78ാമത്തെയും കൗണ്ടറാണെന്ന് എനിക്ക് തോന്നുന്നു. ധാരാളം ആളുകൾ കൗണ്ടർ തുടങ്ങുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അവർക്കൊന്നും ആവശ്യമായ സാധനം ഉൽപ്പാദിപ്പിച്ച് നമുക്ക് സമയബന്ധിതമായി എത്തിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവർക്കൊന്നും കൗണ്ടറുകൾ തുടങ്ങുന്നതിന് വേണ്ടി ക്യൂ നിൽക്കുന്ന രീതിയിൽ നിൽക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായി. ഇതിൻ്റെ ഇടയാക്കിയ സംഭവം എന്ന് പറയുമ്പോൾ നമ്മൾ അഹമ്മദാബാദിൽ ഒരു മില്ലിൽ തുണികൾ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി പോയപ്പോൾ ആ മില്ലിലൊരു സെക്ഷൻ പൂർണ്ണമായിട്ട് ഒരേ ഡിസൈനിലുള്ള ഒരുപാട് ടാക്ക തുണികൾ അടക്കി വെച്ചിരുന്നു. ആ തുണികൾ അടച്ചു വെക്കുന്ന ഞങ്ങൾ അവരോട് ചോദിച്ച് ഇതിൽ നിന്ന് കുറച്ച് ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾക്കിത് തരാൻ കഴിയില്ല, അത് വേറെ ഞങ്ങൾ അവരെ നിർദ്ദേശപ്രകാരം അവർ തന്ന ഡിസൈൻ അനുസരിച്ച് ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്ന തുണികളാണ്. ഏരിയ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് M ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി രമ്യ MT, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ AR അരവിന്ദാക്ഷൻ, താര R നായർ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KK ശശിധരൻ, ബിന്ദു CR, സരള PR, രജനി KV, ശാന്തി VV, ഖദീജ MM, നിലീന KV, രതി C, സുശീല M എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ കള്ളക്കേസിൽ കുടുക്കി അന്യായമായി ജയിലിൽ അടച്ചത് ഭരണകൂട ഭീകരതയെന്ന് കോൺഗ്രസ്. പിരായിരിയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധ കൂട്ടായ്മ. രാജ്യത്ത് ന്യൂനപക്ഷ വേട്ടയെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പൻ. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ ഖുറാന്റെ തണലിൽ സൗഹൃദ സംഗമം ഒരുക്കിയത് ജമാഅത്തെ ഇസ്ലാമി പറളി ഏരിയ കമ്മിറ്റി. പുണ്യരാമായണ മാസാചരണം തുടരുന്നു. കുളപ്പുള്ളി അന്തിമഹാകാളൻകാവിൽ ആനയൂട്ട് ഉൾപ്പെടെ വിശേഷ ചടങ്ങുകൾ. ഷൊർണൂർ ചുടുവാൽത്തൂർ ശിവക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം തുടരുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.